നമുക്കിന്ന് ചാളയും ഈ കപ്പയിട്ട് ഒരു കറി വയ്ക്കാം. അതിന് ഈ കപ്പ ഇതുപോലെ അരിഞ്ഞു വയ്ക്കാം. പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്. അപ്പം നമുക്ക് ഇതേ ഒരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കപ്പ ഇടാം. ആദ്യം കപ്പയിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വേപ്പില, കറിവേപ്പില ഇത്രയും ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് മുളക് പൊടി എന്ന് പറയുമ്പോൾ ഇതിൽ 1/2 ടീസ്പൂൺ സാദാ മുളക് പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഇട്ടോ അതിട്ട് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ഇട്ടിട്ടുണ്ട് നമ്മൾ. പിന്നെ ഉപ്പ് നമുക്കിപ്പോൾ ഇടണ്ട, ഇതൊന്ന് തിളച്ച് വന്നിട്ട് ഉപ്പിട്ടാൽ. അപ്പോൾ ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൽ നമുക്ക് വേകാനുള്ള വെള്ളം വയ്ക്കാം. കപ്പ വേകാനുള്ള വെള്ളം വയ്ക്കാം. പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് ഞാൻ കപ്പ അടുപ്പത്തേക്ക് വെച്ച് ഇനി ഇത് ഇവിടെ ഇരുന്ന് തിളച്ച് നല്ല തിള വരുമ്പോൾ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. അപ്പം നമുക്ക് മൂടി വയ്ക്കാം. ഇപ്പോൾ കപ്പ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കണ്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ഞാൻ കുറച്ച് കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായി, അത് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ഇതിലേക്ക് ഇനി മെയിനായിട്ട് ഇടേണ്ടത് ചാള. അതും കുഞ്ഞു ചാളയേണ്ട നല്ലത് കഴുകി വൃത്തിയാക്കി വെച്ച ചാള നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കുക. കപ്പയ്ക്ക് ചാളയിനേക്കാളും കൂടുതൽ വേവുണ്ടല്ലോ, അതുകൊണ്ടാണ് ആദ്യം കപ്പ മുളകിട്ട് വെച്ചത്. ഇപ്പോൾ ചാള നമുക്ക് അധികം നേരം ഇതിൽ കിടന്ന് വേവണ്ട, കുറച്ച് നേരം വെന്താൽ മതി. ഇനി ഇതിപ്പോൾ നമുക്കിങ്ങനെ ഒന്ന് മൂടി വയ്ക്കാം. ഒന്ന് നല്ല തിള വരുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് കപ്പയും മീനൊക്കെ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ ഉപ്പൊക്കെ പാകമാണോ നോക്കുക, പുളി പാകമാണോ നോക്കുക. കപ്പയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, മീനൊക്കെ ഇപ്പോൾ പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് കറിവേപ്പില, കുറച്ചെന്ന് വെച്ചാൽ അധികം കറിവേപ്പില ഇടുക. കറിവേപ്പിലയാണ് ഇതിൻ്റെ ഏറ്റവും ഇത്. കറിവേപ്പിലയും പിന്നെ പച്ച വെളിച്ചെണ്ണയും നമ്മൾ ഒഴിക്കണം. അതും നല്ല ടേസ്റ്റായിരിക്കും. പച്ച വെളിച്ചെണ്ണയാണ് ഇതിൻ്റെ മെയിൻ ഇത്. ഈ വേപ്പിലയിട്ട് ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും നമ്മൾ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നല്ല ആവി വരണുണ്ടല്ലോ. അപ്പോൾ ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഈ വെളിച്ചെണ്ണ ഒഴിച്ചുണ്ടല്ലോ അപ്പം തന്നെ നമ്മൾ മൂടിക്കൊള്ളണം.